ഹലോ ഫ്രണ്ട്സ്, എയർകൂൾ സൊല്യൂഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡാൻഫോസ് VLT2800 എന്നൊരു മോഡൽ VFD എങ്ങനെ ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ അസംബിൾ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോൾ ആദ്യം തന്നെ ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓവർ ഹീറ്റ് ആകുന്ന കാരണം കൊണ്ടാണ് നമ്മൾ VFD റിമൂവ് ആക്കിയിരിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോൾ കൂളിംഗ് ഫാനിൽ ഡസ്റ്റ് വന്നടിഞ്ഞ് ഫാൻ സ്റ്റക്കായി പോയതായിരുന്നു. VFD റിമൂവ് ആക്കി ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. CRCയും ബ്ലോവറും ഉപയോഗിച്ച് നമ്മൾ ഫുൾ ഡസ്റ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഫോൾട്ടി ആയിട്ടുള്ള ഫാൻ റിമൂവ് ചെയ്തു. ഇനി പുതിയ ഫാൻ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. പുതിയ ഫാൻ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് പുതിയ ബ്ലേഡാണിത്, പുതിയ മോട്ടറാണിത്. 24 വോൾട്ടിൻ്റെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ എയർ ഫ്ലോ കാര്യങ്ങൾ എങ്ങോട്ടാണെന്നുള്ളത് നോക്കണം. ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടാണ് എയർ ഫ്ലോ വരുന്നത്. റൊട്ടേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ട് പുഷ് ചെയ്തിട്ടാൽ മതി. ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇവിടെ ലോക്ക് ആയിട്ടുണ്ട്, ഇത് പുറത്തേക്ക് വരത്തില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ കണക്ഷനാണ്. ഈ സൈഡിൽ ബോർഡിൽ ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണ് ഇതിൻ്റെ 24 വോൾട്ട് പവർ വരുന്നത്. നമ്മളിവിടെ ഈ ജിഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വയർ സൈഡാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് പവർ കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അറിയാൻ പറ്റും. ഓൾറെഡി ക്ലീനാണ്, മൊത്തം ഇതായിരുന്നു, ഡസ്റ്റായിരുന്നു. നമ്മൾ ബ്ലോവർ അടിച്ച് CRC അടിച്ച് ഓൾറെഡി ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് കവറിങ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇടേണ്ട ഇതിൻ്റെ ബേസ് കവറാണ്. ഫാനിൻ്റെ ഇവിടുത്തെ കവർ കൂട്ടിയിട്ടുള്ളതാണ്. ഇതാണ് കവർ. ഇതിൻ്റെ സൈഡിൽ ലോക്കുണ്ട് അടിവശത്ത് കറക്റ്റ് ലോക്കിൽ ഇതിൻ്റെ സ്ലോട്ടിൽ ബേസിലെ സ്ലോട്ടിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ കവർ കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട്. സൈഡ് ഇവിടെ ഇതിൽ രണ്ടിലും അകത്ത് ചെറിയ 2 ലോക്കുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. ഈ സൈഡും ഈ അടിയിൽ ഇത് 2 ലോക്കുകളാണ്. അപ്പോൾ അത് 2 നോക്കി വേണം കവർ ഇടാൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി കവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ അടുത്തത് ഇതിൻ്റെ മെയിൻ ടോപ്പ് കവർ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ കണക്ഷൻ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കൺട്രോൾ ഡിസ്പ്ലേ പ്രോഗ്രാമിൻ്റെ കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ടോപ്പ് ഇവിടുത്തെ ലോക്ക് കാര്യങ്ങൾ, ബേസിലെ ലോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായാലും കവർ ഇടാം. കവറിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്. ഇത് അടിവശത്ത് വരും. വരുമ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് പുറത്തേക്ക് വരേണ്ടതാണ്. സിമ്പിളായിട്ട് കവർ സീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബേസിൽ സീറ്റാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെയും ആയിട്ട് 2 സ്ക്രൂകൾ വരുന്നുണ്ട്. ഈ കവറുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു പിടുത്തമാണിത്. ഈ സ്ക്രൂവും ഈ ഒരു സ്ക്രൂ ഉള്ളത് ഇവിടെയാണ്. ഒരു സ്ക്രൂവും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ കവറിന് സ്ട്രോങ് ആയി നല്ലൊരു പിടുത്തം വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ഒരു ബോർഡാണ് വരുന്നത്. ബോർഡ് സെറ്റ് ചെയ്തിട്ട് ആ ബോർഡിൻ്റെ 2 സ്ക്രൂകൾ ഇവിടെ വരും. ശേഷം ആ ബോർഡിലേക്കുള്ള കണക്ഷനാണിത്. ഇതാണ് ഇവിടെ ഈ ഭാഗത്ത് വരുന്ന ബോർഡാണിത്. ഇതിൻ്റെ കൺട്രോൾ ബോർഡാണ് മെയിൻ. അപ്പോൾ ഇതിൽ കുറച്ച് ഡയറക്റ്റിയാണ്, പൊടി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് CRC എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പോൾ ബോർഡ് ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഈ സ്ലോട്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ നമുക്ക് 2 സ്ക്രൂ പോർഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്ക്രൂ,
അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്രൂ വരുന്നതാണ്. ഉണ്ടാവില്ല. ഒരു കവറിട്ട് കഴിഞ്ഞ് ഇനി കവറിട്ടിട്ട് അപ്പോൾ നമ്മൾ കവർ ഇട്ട് കഴിഞ്ഞു. താഴത്തെ 2 ബോർഡിൻ്റെ എല്ലാം സ്ക്രൂ ചെയ്തു, കവറിട്ടു. ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കണക്ഷൻസ് എന്ന് പറയുന്നത് ഇത് ട്രിപ്പ് സ്റ്റാറ്റസിൻ്റെ കണക്ഷനാണ്. ഈ 0301 ട്രിപ്പ് സ്റ്റാറ്റസിൻ്റെ കണക്ഷനാണ് ഈ 2 വയർ വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കമാൻഡാണ് ഇവിടെ വരുന്നത്. 1219 ഈ 2 നമ്പറിലേക്കുള്ള കണക്ഷൻ കമാൻഡാണ്, കമാൻഡ് കേബിളാണ് ഈ വരുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ നമ്മുടെ VFDയുടെ സ്പീഡ് കൺട്രോളിനുള്ളതാണിത്. നമ്മുടെ BMS സിസ്റ്റത്തിൽ നിന്ന് മാത്രമാണ് ഈ വയർ വരുന്നത്. 53, 55 രണ്ടെണ്ണം അതിൻ്റെയാണ്. പിന്നെയുള്ള 2 കണക്ഷൻ വരുന്നതാണ്. ഇത് മെയിൻ പവർ സപ്ലൈ ആണ്. L1, L2, L3 RYB മെയിൻ കണക്ഷനാണ്. 3 ഫേസ് ആണ് വരുന്നത്. പിന്നെയുള്ള ഇത് മോട്ടറിലേക്ക് നമ്മുടെ ലോഡ് ഇവിടെ ഇത് UVW ആണ് വരുന്നത് ഇവിടെ. അത് RYB തന്നെയാണ് വരുന്നത്. സെയിം ഇവിടെയാണ് വരുന്നത്. ഇത് പിന്നെ കൺട്രോളിനുള്ളതാണ്. ബ്രേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഓഫ്, VFD ഓഫ്, അങ്ങനെ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ വയർ സപ്പോർട്ട് ടൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ലൈൻ 1 കണക്റ്റഡ്. നമുക്ക് ന്യൂട്രൽ വയർ ആവശ്യമില്ല, എക്സ്ട്രാ വയർ ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. മോട്ടറിലേക്കുള്ള ലോഡ് 2 വയറും കണക്റ്റഡ് ആണ്. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് കയറ്റി ഹാങ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ 4 ബോൾട്ടും ടൈറ്റ്. ഈ ബ്രേക്കർ ഓൺ ആണ് ഓൾറെഡി. നമ്മൾ ELCB ഓൺ ചെയ്ത് കഴിഞ്ഞാൽ VFDയിലേക്ക് പവർ വരും. അപ്പോൾ ELCB ഓൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ കാണാം. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീക്വൻസി കാണിക്കുന്നത് 00 ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ല, ഓഫാണ്. നമുക്ക് ഇവിടുന്ന് ലോക്കൽ കൺട്രോൾ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ എത്ര ഹെഡ്സാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഹെഡ്സിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഇപ്പോൾ 41.41ലാണ് നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്പീഡിലാണ് ഇപ്പോൾ റൺ ആകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂളിംഗ് ഫാൻ റീപ്ലേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണിക്കുക അത് റൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ മോട്ടർ റണ്ണിങ് ആണ്. ഓക്കെ, ഇവിടെ കൈവച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലോ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഫ്ലോ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഫ്ലോ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പിലാണ് എയർ വെൻ്റ് ഇരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയൊരു അധ്യായമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.